ടിബറ്റിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ഏകദേശം 14.4 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് ചൈന നിർമ്മിക്കുന്ന അണക്കെട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഇന്ത്യൻ അതിർത്തിയോട് ചേർന്നാണ് ടിബറ്റിൽ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. ടിബറ്റ് സ്വയംഭരണ പ്രദേശമായ നീങ്ചിയിലെ മെയിൻ ലിങ്ക് ജലവൈദ്യുത നിലയത്തിൻ്റെ നിർമ്മാണ സ്ഥലത്താണ് അണക്കെട്ടിൻ്റെ നിർമ്മാണ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായി ഈ ജലവൈദ്യുത പദ്ധതി മാറും. പദ്ധതിയിൽ 5 ജലവൈദ്യുത നിലയങ്ങൾ ഉൾപ്പെടും. ഇതിനായി ഏകദേശം $167.8 ബില്യൺ വേണ്ടിവരുമെന്നാണ് കണക്കാക്കുന്നത്. 30 കോടിയിലധികം ആളുകളുടെ വാർഷിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായ വൈദ്യുതിയാകും ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുക. ചൈന ഔദ്യോഗികമായി സിസാങ് എന്ന് വിളിക്കുന്ന ടിബറ്റിലെ പ്രാദേശിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം പുറമെയുള്ള ഉപഭോഗത്തിനാണ് പ്രധാനമായും ഇവിടെ നിന്നുള്ള വൈദ്യുതി വിതരണം ചെയ്യുക. ചൈനീസ് സർക്കാർ നിയന്ത്രിത വാർത്താ ഏജൻസിയായ സിൻഹുവയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നദിയുടെ താഴ്ഭാഗത്തായി വരുന്ന രാജ്യങ്ങളായ ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഈ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആശങ്കയ്ക്ക് വക നൽകുന്നു. ബ്രഹ്മപുത്ര നദി അരുണാചൽ പ്രദേശിലേക്കും തുടർന്ന് ബംഗ്ലാദേശിലേക്കും ഒഴുകുന്നതിനായി ഒരു വലിയ വളവ് തിരിയുന്ന ഒരു ഭീമൻ മലയിടുക്കിലാണ് അണക്കെട്ട് നിർമ്മിക്കുന്നത്. ജലത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിന് പുറമെ അണക്കെട്ടിൻ്റെ വലിപ്പവും വ്യാപ്തിയും സംഘർഷ സമയങ്ങളിൽ അതിർത്തി പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുന്ന രീതിയിൽ വലിയ അളവിൽ തുറന്നുവിടാൻ ചൈനയെ പ്രാപ്തമാക്കുമെന്നതാണ് ഇന്ത്യയിൽ ആശങ്കകൾക്ക് കാരണമായത്. അരുണാചൽ പ്രദേശിൽ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെ ഇന്ത്യയും ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നുണ്ട്.